നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിന് ധനസഹായം നൽകുമെന്ന് കേന്ദ്രം. തിരുവല്ലയിൽ സത്യം മിനിസ്ട്രീസിൻ്റെ മിഷൻ ചലഞ്ച് മീറ്റിംഗ്. ഡിസംബർ 5 മുതൽ കടമനിട്ടയിൽ ഹാർവസ്റ്റ് 2024. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭയുടെ അംഗീകാരം. ചില സീരിയലുകൾ എൻഡോസൾഫാൻ പോലെയാണെന്ന് നടനും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ. ഡിസംബർ 2 മുതൽ തിരുവനന്തപുരത്തെ ക്രൈസ്റ്റ് സെൻറ്റർ ഗോസ്പൽ ഫൗണ്ടേഷൻ ഉപവാസ പ്രാർത്ഥന. പ്ലാങ്കാമൺ ഫെലോഷിപ്പ് ചർച്ച് 18ാമത് ഫെലോഷിപ്പ് കൺവെൻഷൻ ജനുവരി 3 മുതൽ. ഡിസംബർ 1 മുതൽ ചെങ്ങന്നൂരിൽ പവർ VBS മാസ്റ്റേഴ്സ് ട്രെയിനിങ്. ടെക്സസിൽ വിദ്യാലയങ്ങളിൽ ഇനി ബൈബിൾ പഠിപ്പിക്കും. IPC കർമ്മേൽ വണ്ടിത്താവളം ക്രിസ്മസ് സംഗീത സന്ധ്യ ഡിസംബർ 23-ന്. ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ദുബായ് ചർച്ച് ഗോസ്പൽ ഫെസ്റ്റ് ഡിസംബർ 16-ന്. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് YPA കൊട്ടാരക്കര സോണൽ ക്യാമ്പിനൊരുങ്ങി പത്തനാപുരം. ജനുവരി 3 മുതൽ താനെയിൽ IPC മുംബൈ വെസ്റ്റ് ഡിസ്ട്രിക്ട് വാർഷിക കൺവെൻഷൻ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിന് ധനസഹായം നൽകുമെന്ന് കേന്ദ്രം. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിന് ധനസഹായം നൽകാൻ കേന്ദ്രം ഉറപ്പ് നൽകിയതായി ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3:30 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ മാധ്യമങ്ങളുമായി സംസാരിക്കവെയാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. കേരളത്തിന്റെ കാര്യത്തിൽ പ്രത്യേക താൽപര്യത്തോടെയാണ് കേന്ദ്ര ധനമന്ത്രി ഇടപെട്ടതെന്നും KV തോമസ് വ്യക്തമാക്കി. 3ാം തവണയാണ് വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് KV തോമസ് നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. സഹായം സമയബന്ധിതമായി ലഭിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിർമ്മല സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ച പ്രതീക്ഷയുണ്ടാക്കുന്നതാണ്. കേരളവുമായി ബന്ധപ്പെട്ട ഫയലുകൾ മന്ത്രി പരിശോധിച്ചു. ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംഘം സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടും കേന്ദ്ര ധനകാര്യ സമിതിക്ക് മുൻപിലുണ്ടെന്നും KV തോമസ് പറഞ്ഞു. തിരുവല്ലയിൽ സത്യം മിനിസ്ട്രീസിൻ്റെ മിഷൻ ചലഞ്ച് മീറ്റിംഗ്. സത്യം മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മിഷൻ ചലഞ്ച് കോൺഫറൻസ് ഡിസംബർ 5-ാം തീയതി വ്യാഴാഴ്ച 5 മണി മുതൽ വൈകിട്ട് 8 മണി വരെ തിരുവല്ല സത്യകൂടാരത്തിൽ വെച്ച് നടക്കും. രാജസ്ഥാനിൽ ദീർഘകാലം മിഷണറിയായിരുന്ന ഡോക്ടർ A. തോമസിൻ്റെ മകൻ ഡോക്ടർ സാം തോമസാണ് മുഖ്യപ്രഭാഷകൻ. ബ്രദർ മാത്യു ജോൺ ഗാനങ്ങൾ ആലപിക്കും. മിഷൻ ചലഞ്ച് എന്നതാണ് ചിന്താവിഷയം. സുവിശേഷകർ, ബൈബിൾ കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികൾ, പാസ്റ്റേഴ്സ്, സഭാമൂപ്പന്മാർ, സൺഡേ സ്കൂൾ യുവജന പ്രവർത്തകർ, മിഷണറിമാർ എന്നിവർക്ക് കുടുംബസമേതം പങ്കെടുക്കാവുന്നതാണ്. ഡിസംബർ 5 മുതൽ കടമനിട്ടയിൽ ഹാർവസ്റ്റ് 2024. IPC കടമനിട്ട കല്ലേലിമുക്ക് എബനേസർ സഭയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 5 വ്യാഴം മുതൽ 7 ശനി വരെ കടമനിട്ട കല്ലേലി ജംഗ്ഷന് സമീപമുള്ള മൗണ്ട് സിയോൺ സ്കൂൾ ഗ്രൗണ്ടിൽ സുവിശേഷ മഹായോഗം നടക്കും. സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ സാം പനച്ചിയിൽ യോഗം പ്രാർത്ഥിച്ച് സമർപ്പിക്കും. ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെ നടക്കുന്ന കൺവെൻഷനിൽ പാസ്റ്റർ ഫെയ്ത്ത് ബ്രസൻ, പാസ്റ്റർ റെജി മാത്യു ശാസ്താംകോട്ട, പാസ്റ്റർ സാജു ചാത്തന്നൂർ എന്നിവർ പ്രസംഗിക്കും. KB ഇമ്മാനുവേൽ, ഷാരോൺ വർഗീസ്, ബോവസ് രാജു എന്നിവർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭയുടെ അംഗീകാരം. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാറിന് ചൊവ്വാഴ്ച ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകി. സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് വെടിനിർത്തൽ കരാറിന് രൂപം നൽകിയ കാര്യം നെതന്യാഹു പ്രഖ്യാപിച്ചത്. US പ്രസിഡന്റ് ജോ ബൈഡന്റെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെയും നേതൃത്വത്തിലാണ് വെടിനിർത്തൽ കരാർ അന്തിമ ധാരണയിലേക്ക് എത്തിയത്. യുദ്ധത്തിന്റെ മേഖല മാറ്റുകയാണെന്നും ഇറാന്റെ ഭീഷണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇസ്രായേലിന് കഴിയുമെന്നും ഹിസ്ബുള്ള വെടിനിർത്തൽ ലംഘിച്ചാൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് സൂചന. 60 ദിവസത്തേക്കാകും വെടിനിർത്തൽ. ഇതോടെ ലെബനാനിൽ ഹിസ്ബുള്ളയുമായി 1 വർഷമായി നടക്കുന്ന യുദ്ധത്തിൽ താൽക്കാലിക ഇടവേളയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില സീരിയലുകൾ എൻഡോസൾഫാൻ പോലെയാണെന്ന് നടനും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ. സിനിമയും സീരിയലും വെബ് സീരീസുമെല്ലാം ഒരു വലിയ സമൂഹത്തെയാണ് സ്വാധീനിക്കുന്നതെന്നും പാളിപ്പോയാൽ ഒരു ജനതയെ തന്നെ അപജയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് കല സൃഷ്ടിക്കുന്നവർക്ക് ഉണ്ടാകണമെന്നും പ്രേംകുമാർ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില മലയാളം സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ സമൂഹത്തിന് മാരകമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം എല്ലാ സീരിയലുകളെയും അടച്ചാക്ഷേപിക്കുകയല്ലെന്നും പ്രേംകുമാർ കൂട്ടിച്ചേർത്തു. കലാകാരന് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ടെലിവിഷൻ സീരിയലുകൾ കുടുംബ സദസ്സുകളിലേക്കാണ് എത്തുന്നത്. ഈ ദൃശ്യങ്ങളുടെ ശീലത്തിൽ വളരുന്ന കുട്ടികൾ ഇതാണ് ജീവിതം, ഇങ്ങനെയാണ് മനുഷ്യബന്ധങ്ങൾ എന്നൊക്കെയാകും കരുതുക. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്ന തലമുറയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞാൻ പങ്കുവെക്കുന്നത്. കല കൈകാര്യം ചെയ്യുന്നവർക്ക് ആ ഉത്തരവാദിത്വം വേണം, പ്രേംകുമാർ വ്യക്തമാക്കി. ഡിസംബർ 2 മുതൽ തിരുവനന്തപുരത്തെ ക്രൈസ്റ്റ് സെൻറ്റർ ഗോസ്പൽ ഫൗണ്ടേഷൻ ഉപവാസ പ്രാർത്ഥന.
ക്രൈസ്റ്റ് സെൻറ്റർ ഗോസ്പൽ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 2 മുതൽ 22 വരെ തിരുവനന്തപുരം പട്ടത്ത് 21 ദിവസ ഉപവാസ പ്രാർത്ഥന നടക്കും. ബ്രദർ സുരേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ പാസ്റ്റർമാരായ തോമസ് ഫിലിപ്പ്, റോബിൻ സി റോയ്, ബിജു സി എക്സ്, റേ ജയരാജ്, ജോഷി ജോസഫ്, റെജി മാത്യു, അരവിന്ദ് വിൻസെൻറ്റ്, ജോയ് എം തോമസ്, ബിനോയ് ജോർജ്, അനീഷ് തോമസ്, പി സി ചെറിയാൻ, വർഗീസ് എബ്രഹാം, ടി ഡി ബാബു, ഷാജി എം പോൾ, പ്രിൻസ് തോമസ് എന്നിവർ പ്രസംഗിക്കും. പ്ലാങ്കാമൺ ഫെലോഷിപ്പ് ചർച്ച് 18ാമത് ഫെലോഷിപ്പ് കൺവെൻഷൻ ജനുവരി 3 മുതൽ. പ്ലാങ്കാമൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ 2025 ജനുവരി 3 മുതൽ 5 വരെ പ്ലാങ്കാമൺ ഫെലോഷിപ്പ് ഗ്രൗണ്ടിൽ 18ാമത് ഫെലോഷിപ്പ് കൺവെൻഷൻ നടക്കും. പാസ്റ്റർ അനീഷ് കൊല്ലം, പാസ്റ്റർ കെ ജെ തോമസ് കുമളി, പാസ്റ്റർ കെ എബ്രഹാം എന്നിവർ വചനം ശുശ്രൂഷിക്കും. പാസ്റ്റർ തഞ്ചാവൂർ വില്യംസിൻ്റെ നേതൃത്വത്തിൽ ഗെത്സമന സിംഗേഴ്സ് ആയൂർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. പാസ്റ്റർ ഷിബു ജോസഫ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ഡിസംബർ 1 മുതൽ ചെങ്ങന്നൂരിൽ പവർ VBS മാസ്റ്റേഴ്സ് ട്രെയിനിങ്. ഡിസംബർ 1 മുതൽ 4 വരെ കൊല്ലകടവ് ഫെയ്ത്ത് ഹോം ക്യാമ്പ് സെൻറ്ററിൽ IPC സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പവർ VBS 2025 മാസ്റ്റേഴ്സ് ട്രെയിനിങ് നടക്കും. 2025 വെക്കേഷനിൽ VBS ലീഡേഴ്സായി പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് 50 വയസ്സിന് താഴെയുള്ളവർക്കുമാണ് ട്രെയിനിങ്ങിൽ മുൻഗണന നൽകുന്നത്. ടെക്സസിൽ വിദ്യാലയങ്ങളിൽ ഇനി ബൈബിൾ പഠിപ്പിക്കും. സംസ്ഥാനത്തൊട്ടാകെയുള്ള വിദ്യാലയങ്ങളിൽ ബൈബിൾ പഠിപ്പിക്കാൻ അനുവദിക്കുന്ന പുതിയ പാഠ്യപദ്ധതിക്ക് ടെക്സസ് സ്റ്റേറ്റ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ അംഗീകാരം. അടുത്ത അധ്യയന വർഷത്തിൽ തന്നെ ഇത് നടപ്പാക്കും. ബൈബിൾ അമേരിക്കയുടെ ചരിത്രത്തിൻ്റെ മൂലക്കല്ലാണെന്നും അതിലെ ദൈവശാസ്ത്രവും നിർണായകവുമായ ചരിത്ര സംഭവങ്ങളും കല, സാഹിത്യം, സമൂഹം എന്നിവയെക്കുറിച്ചുള്ള പഠനവും വിദ്യാർത്ഥികളുടെ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. എന്നാൽ ഈ പാഠ്യപദ്ധതി വിദ്യാർത്ഥികളെ വൈവിധ്യമാർന്ന വിശ്വാസ പശ്ചാത്തലങ്ങളിൽ നിന്ന് അകറ്റുമെന്നാണ് മാതാപിതാക്കളിലും അധ്യാപകരിലുമുള്ള ചിലരുടെ വിമർശനം. IPC കർമ്മേൽ വണ്ടിത്താവളം ക്രിസ്മസ് സംഗീത സന്ധ്യ ഡിസംബർ 23-ന്. IPC കർമ്മേൽ വണ്ടിത്താവളം ചർച്ചിൻ്റെ നേതൃത്വത്തിൽ ഡിസംബർ 23-ന് വണ്ടിത്താവളം ബസ് സ്റ്റാൻഡിന് സമീപം ക്രിസ്മസ് സംഗീത സന്ധ്യ നടക്കും. പാസ്റ്റർ MV മത്തായി ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രോഗ്രാമിൽ സുവിശേഷകൻ ഷിബിൻ G. ശാമുവൽ സന്ദേശം നൽകും. ഗോസ്പൽ സിംഗേഴ്സ് തൃശൂർ സംഗീത സന്ധ്യയ്ക്ക് നേതൃത്വം നൽകും. ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ദുബായ് ചർച്ച് ഗോസ്പൽ ഫെസ്റ്റ് ഡിസംബർ 16-ന്. ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ദുബായ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ദുബായിലെ ഹോളി ട്രിനിറ്റി ചർച്ച് ഹാൾ E1-ലെ സെൻറ്റ് പോൾസ് ചാപ്പലിൽ ഡിസംബർ 16, 17 തീയതികളിൽ വൈകിട്ട് 7:30 മുതൽ രാത്രി 10 വരെ നടക്കുന്ന ഗോസ്പൽ ഫെസ്റ്റിൽ പാസ്റ്റർ പ്രിൻസ് റാന്നി ദൈവവചനം ശുശ്രൂഷിക്കും. ചർച്ച് ഓഫ് ഗോഡ് ദുബായ് കൊയർ ആരാധനയ്ക്ക് നേതൃത്വം നൽകും. പാസ്റ്റർ ഗ്ലാഡ്സൺ ജോൺ, ദീപു എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിൽ പ്രോഗ്രാമിന് വേണ്ടിയുള്ള വിപുലമായ ഒരുക്കങ്ങൾ നടന്നുവരുന്നു. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് YPA കൊട്ടാരക്കര സോണൽ ക്യാമ്പിനൊരുങ്ങി പത്തനാപുരം സെൻറ്റ് സേവിയേഴ്സ് വിദ്യാനികേതൻ ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 23-നും 24-നും ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ കേരള സ്റ്റേറ്റ് YPAയുടെ ആഭിമുഖ്യത്തിൽ കൊട്ടാരക്കര സോണൽ ക്യാമ്പ് നടക്കും. പാസ്റ്റർ കാലേബ് ഗി ജോർജ്, പാസ്റ്റർ ഗ്ലാഡ്സൺ വർഗീസ്, പാസ്റ്റർ ശ്യാം പുനലൂർ, പാസ്റ്റർ അഭിമന്യു അർജുൻ, ഇവാഞ്ചലിസ്റ്റ് ആഷോർ ജോൺ, സിസ്റ്റർ രഞ്ജി സാം എന്നിവർ ക്ലാസുകൾ നയിക്കും. ബ്രദർ ബോബസ് ആൻഡ് ടീം ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. ജനുവരി 3 മുതൽ താനെയിൽ IPC മുംബൈ വെസ്റ്റ് ഡിസ്ട്രിക്റ്റ് വാർഷിക കൺവെൻഷൻ. IPC മുംബൈ വെസ്റ്റ് ഡിസ്ട്രിക്റ്റിൻ്റെ നേതൃത്വത്തിൽ ജനുവരി 3 മുതൽ 5 വരെ മുംബൈ വെസ്റ്റ് ഡിസ്ട്രിക്റ്റ് വാർഷിക കൺവെൻഷൻ നടക്കും. IPC മുംബൈ വെസ്റ്റ് ഡിസ്ട്രിക്റ്റ് പാസ്റ്റർ KM മാത്യു ഉദ്ഘാടനം നിർവഹിക്കുന്ന കൺവെൻഷനിൽ പാസ്റ്റർ B. മോനച്ചൻ മുഖ്യപ്രസംഗനായിരിക്കും. ബ്രദർ സജി സാമുവൽ ആൻഡ് ടീം ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിന് ധനസഹായം നൽകുമെന്ന് കേന്ദ്രം. തിരുവല്ലയിൽ സത്യം മിനിസ്ട്രീസിൻ്റെ മിഷൻ ചലഞ്ച് മീറ്റിംഗ്. ഡിസംബർ 5 മുതൽ കടമനട്ടയിൽ ഹാർവസ്റ്റ് 2024. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭയുടെ അംഗീകാരം. ചില സീരിയലുകൾ എൻഡോൾസൾഫാൻ പോലെയാണെന്ന് നടനും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ. ഡിസംബർ 2 മുതൽ തിരുവനന്തപുരത്തെ ക്രൈസ്റ്റ് സെൻറ്റർ ഗോസ്പൽ ഫൗണ്ടേഷൻ ഉപവാസ പ്രാർത്ഥന. പ്ലാങ്കാമൺ ഫെലോഷിപ്പ് ചർച്ച് 18ാമത് ഫെലോഷിപ്പ് കൺവെൻഷൻ ജനുവരി 3 മുതൽ. ഡിസംബർ 1 മുതൽ ചെങ്ങന്നൂരിൽ പവർ VBS മാസ്റ്റേഴ്സ് ട്രെയിനിങ്. ടെക്സസിൽ വിദ്യാലയങ്ങളിൽ ഇനി ബൈബിൾ പഠിപ്പിക്കും. IPC കർമ്മേൽ വണ്ടിത്താവളം ക്രിസ്മസ് സംഗീത സന്ധ്യ ഡിസംബർ 23-ന്. ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ദുബായ് ചർച്ച് ഗോസ്പൽ ഫെസ്റ്റ് ഡിസംബർ 16-ന്. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് YPA കൊട്ടാരക്കര സോണൽ ക്യാമ്പിനൊരുങ്ങി പത്തനാപുരം.
ജനുവരി 3 മുതൽ താനെയിൽ IPC മുംബൈ വെസ്റ്റ് ഡിസ്ട്രിക്ട് വാർഷിക കൺവെൻഷൻ. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.